ഭാഗം 10. സുൽത്താൻ ഹമദിൻ്റെ പ്രധാനമന്ത്രിയായ ജാഫറിന് സമ്രാൻ കമറുദ്ദീൻ എന്നു പേരായി ഒരു മകനുണ്ടായിരുന്നു. മകൻ വളർന്നു വരുംതോറും ജാഫറിൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം വളർന്നുകൊണ്ടിരുന്നു. നഹ്ലിസ്ഥാൻ്റെ അടുത്ത സുൽത്താൻ തൻ്റെ മകനാവണം എന്ന ആഗ്രഹം. ഹമദിന് ആൺമക്കളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് മകൾ ഗുലഫ്ഷയുടെ ഭർത്താവിനാകും ആ സ്ഥാനം കിട്ടുക എന്ന് ജാഫർ ഉറപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് സുൽത്താനെ സേവ പിടിച്ച് മകനെ കൊണ്ട് ഗുലഫ്ഷയെ വിവാഹം കഴിപ്പിക്കുക എന്ന സ്വപ്നം ജാഫർ എന്നും മനസ്സിൽ താലോലിച്ചുകൊണ്ടിരുന്നു. തക്കതായ ഒരു അവസരം വരട്ടെ, അപ്പോൾ വിഷയം അവതരിപ്പിക്കാമെന്നും അയാൾ നിശ്ചയിച്ചു. അതിസുന്ദരിയായ രാജകുമാരിയെ ഭാര്യയാക്കുക എന്നത് ഒരു പ്രിയപ്പെട്ട സ്വപ്നമായി കമറുദ്ദീനും സദാ കൊണ്ടു നടന്നു. സുൽത്താൻ്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി കിട്ടിയ അവസരങ്ങളൊക്കെ കമറുദ്ദീൻ ശരിക്കും പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. അവനെ ഏൽപ്പിച്ച ജോലികളൊക്കെ എപ്പോഴും തികഞ്ഞ ശ്രദ്ധയോടെയും നിറഞ്ഞ ശുഷ്കാന്തിയോടെയും കമറുദ്ദീൻ ചെയ്തു തീർത്തു. പലതവണ സുൽത്താൻ്റെ പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തു. സമയം വരട്ടെ, നഹ്ലിസ്ഥാൻ്റെ ഭരണനിർവഹണ കാര്യങ്ങളിൽ കമറുദ്ദീൻ ഉചിതവും ഉയർന്നതുമായ ഒരു സ്ഥാനം നൽകാം എന്ന് സുൽത്താനും അകമേ ആഗ്രഹിച്ചിരുന്നു. അലാവുദ്ദീൻ്റെ ഭ്രാന്തമായ ആഗ്രഹത്തെക്കുറിച്ച് മറക്കാനാണ് അവൻ്റെ ഉമ്മ ഫാത്തിമ ആദ്യം നിശ്ചയിച്ചത്. ദിവസങ്ങൾ കഴിയും തോറും പക്ഷേ അവരുടെ മനസ്സ് ആധിപ്പെടാൻ തുടങ്ങി. അലാവുദ്ദീൻ്റെ സ്ഥിതി നാൾതോറും മോശമായിക്കൊണ്ടിരുന്നു. ചില ദിവസങ്ങളിൽ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും അവൻ കൂട്ടാക്കിയില്ല. പോകെ പോകെ മകൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഭയമായി തുടങ്ങി ഫാത്തിമയ്ക്ക്. അവൻ്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് ഒരു ദിവസം ആ സാധു സ്ത്രീ വിഷമത്തോടെ പറഞ്ഞു, "ഞാൻ പോകാം മകനെ, സുൽത്താൻ്റെ മുന്നിൽ നിന്റെ ആഗ്രഹം ഉണർത്തിക്കാം. പോകുമ്പോൾ വെറും കൈയോടെ പോകരുതെന്നും താൻ ഗുഹയിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ കൊണ്ടുപോയിക്കൊള്ളുക എന്നും അലാവുദ്ദീൻ ഉമ്മയോട് പറഞ്ഞു." അറയുടെ ഒരു ഇരുണ്ട മൂലയിലുള്ള ചെറിയ മരപ്പെട്ടിയിൽ ആ കൈലേസുപൊതി അന്നു മുതൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ പല നിറത്തിലും വലിപ്പത്തിലും പലതരം പഴങ്ങളുടെ രൂപത്തിലുമായി തിളങ്ങുന്ന വിശേഷപ്പെട്ട ആ കല്ലുകൾ സുൽത്താന് ഇഷ്ടപ്പെടുമെന്നും തൻ്റെ തലപ്പാവിലോ കിരീടത്തിലോ ഒക്കെ അലങ്കാരത്തിനായി അവ ഒട്ടിച്ചു പിടിപ്പിക്കാം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുമെന്നും അലാവുദ്ദീൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഫാത്തിമ കൈലേസു പൊതിയും കയ്യിലെടുത്ത് രാജകൊട്ടാരത്തിലേക്ക് യാത്രയായി. ഭയം കൊണ്ടോ സംഭ്രമം കൊണ്ടോ ഒക്കെ അവർ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. സുൽത്താൻ രാജകാര്യം വിചാരം നടത്താറുള്ള വിശാലമായ തളത്തിൽ കാര്യവിചാര ചടങ്ങ് കാണാനും പരാതികളും സങ്കടങ്ങളും ബോധിപ്പിക്കാനും മറ്റുമായി വന്നു തിങ്ങിക്കൂടി നിന്ന അനവധി സന്ദർശകരുടെ കൂട്ടത്തിൽ ഫാത്തിമ നിന്നു. എന്തിനാണ് വന്നത് എന്ന് ആരും അവരോട് അന്വേഷിച്ചില്ല. കാര്യവിചാരം കഴിഞ്ഞ് സഭ പിരിഞ്ഞു. സുൽത്താനും മന്ത്രിമാരും സഭ വിട്ടു പോവുകയും ചെയ്തു. ഫാത്തിമ നിരാശയോടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. മകൻ്റെ മുന്നിലേക്ക് അവർ ചെന്നില്ല. അതീവ ദുഃഖഭാവത്തിൽ മുഖം കുനിച്ച് ഇരിക്കുകയായിരുന്ന അലാവുദ്ദീനാകട്ടെ ഉമ്മ തിരിച്ചു വന്നതൊന്നും അറിഞ്ഞതുമില്ല. 6 ദിവസത്തോളം തുടർച്ചയായി സുൽത്താൻ്റെ സഭാമന്ദിരത്തിൽ ചെന്ന് പ്രസാദമുഖപ്പിൽ സന്ദർശകരുടെ ഇടയിലായി നിന്നു ഫാത്തിമ. ആ 6 ദിവസങ്ങൾക്കിടെ പല കാഴ്ചകളും കണ്ടു അവർ. കാര്യവിചാരത്തിനിടെ സുൽത്താൻ്റെ മുന്നിലേക്ക് പലതരം കുറ്റങ്ങൾ ചെയ്ത കുറ്റവാളികളെയും കള്ളന്മാരെയുമൊക്കെ ഭടന്മാർ കൊണ്ടുവരുന്നതും സുൽത്താൻ ആ വിഷയങ്ങളിലുള്ള വിശദമായ വാദങ്ങൾ കേട്ട് അപരാധികൾക്ക് ശിക്ഷ വിധിക്കുന്നതും അതെല്ലാം അപ്പോഴപ്പോൾ തന്നെ നടപ്പാക്കുന്നതും ഫാത്തിമ കണ്ടു. കാരാഗൃഹവാസം, ചാട്ടവാറടി തുടങ്ങിയ ചെറിയ ശിക്ഷകൾ മുതൽ ശിരച്ഛേദം പോലുള്ള കഠിന ദണ്ഡങ്ങൾ വരെ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വിധിക്കപ്പെട്ട ശിക്ഷ ഏറ്റുവാങ്ങാൻ തുടങ്ങിയ കുറ്റവാളികളുടെ ഉറക്കെയുള്ള നിലവിളി ഫാത്തിമയെ രാപകൽ പിന്തുടർന്നു. താൻ വന്നത് മഹാ അപരാധത്തിനും രാജനിന്ദയ്ക്കും തുല്യമായ ഒരു കാര്യം സുൽത്താൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനാണല്ലോ എന്ന് ഓർക്കും തോറും ഫാത്തിമയുടെ കയ്യും കാലും വിറയ്ക്കുകയും ചെയ്തു. ഓരോ ദിവസവും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നാളെ വരില്ല എന്ന തീരുമാനവുമായിട്ടാവും ഫാത്തിമ ചെല്ലുക. എന്നാലോ മകൻ്റെ മുഖഭാവവും പെരുമാറ്റവും കാണുമ്പോൾ വീണ്ടും രാജസഭയിലേക്ക് പോകാൻ അവരുടെ മനസ്സ് അവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഭാഗം 11. 6-ാം ദിവസം സഭ പിരിയുന്ന നേരത്ത് സുൽത്താൻ ഹമദ് ജാഫറിനോട് പറഞ്ഞു,
കഴിഞ്ഞ 6 ദിവസങ്ങളായി കൈലേസ് പൊതിയും കയ്യിൽ പിടിച്ച് ഒരു സ്ത്രീ സന്ദർശക മുഖപ്പിൽ വന്ന് ഒന്നും പറയാതെയും ആവശ്യപ്പെടാതെയും തിരിച്ചു പോകുന്നു. അവർക്ക് എന്താണ് വേണ്ടത് എന്ന് അന്വേഷിക്കുക. സഭയിൽ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങിയ ഫാത്തിമയെ ജാഫർ വിളിച്ചു നിർത്തി. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ നിത്യവും വന്നു നിൽക്കുന്നത് എന്ന് ചോദിച്ചു. ഫാത്തിമ സുൽത്താനെയും ജാഫറെയും പിന്നെ അവിടെ കൂടി നിന്ന മറ്റു മന്ത്രിമാരെയും ശങ്കയോടെ നോക്കി. അവർക്ക് തന്നോട് തനിച്ച് സംസാരിക്കണമെന്ന് മനസ്സിലാക്കിയ സുൽത്താൻ ജാഫറെ ഒഴിച്ച് ബാക്കിയുള്ളവരെ സഭയിൽ നിന്ന് പറഞ്ഞയച്ചു. എല്ലാവരും പിരിഞ്ഞുപോയി. സുൽത്താനും ഫാത്തിമയും ജാഫറും മാത്രം സഭാമന്ദിരത്തിൽ ബാക്കിയായി. ഫാത്തിമ സുൽത്താൻ്റെ മുന്നിൽ ചെന്ന് മുട്ടുകുത്തി മുഖം കുനിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിന്നു. എഴുന്നേൽക്കൂ, സുൽത്താൻ പറഞ്ഞു. പറയൂ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? കയ്യിലെ കൈലേസ് പൊതി സുൽത്താൻ്റെ മുമ്പിൽ വെച്ച് ഫാത്തിമ എഴുന്നേറ്റു. സുൽത്താൻ പ്രഭോ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങ് എന്നോട് പൊറുക്കണം. എൻ്റെ മകൻ്റെ കാര്യത്തിൽ ഞാൻ വല്ലാതെ ഭയക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. കാര്യം എന്താണെന്ന് തുറന്നു പറയൂ. എൻ്റെ മകൻ അലാവുദ്ദീൻ അങ്ങയുടെ പ്രിയപ്പെട്ട പുത്രി ഗുലഫ്ഷയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. വിക്കി കൊണ്ട് ഫാത്തിമ പറഞ്ഞൊപ്പിച്ചു. പെട്ടെന്ന് സുൽത്താൻ കോപത്തോടെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതെ ചുവന്നു. വലം കൈപ്പറ്റി വാൾപ്പിടിയിൽ അമർന്നു. അടുത്ത നിമിഷം എന്തോ ഓർമ്മ വന്നിട്ടെന്നതുപോലെ അദ്ദേഹം ശാന്തനായി. സ്ത്രീയെ, നിങ്ങൾക്ക് എന്തോ ഭാഗ്യമുണ്ട്. ഇന്ന് എൻ്റെ ജന്മദിനമായതുകൊണ്ട് ഈ ദിവസം ഞാൻ യാതൊരു കാരണവശാലും കോപിക്കില്ലെന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു നിശ്ചയം ഇല്ലായിരുന്നുവെങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ തല ഇവിടെ നിലത്ത് കിടന്ന് ഉരുളുമായിരുന്നു. എനിക്കറിയാം സുൽത്താൻ പ്രഭോ, ഫാത്തിമ പറഞ്ഞു. ഇത്തരം രാജനിന്ദ കലർന്ന ആഗ്രഹം ഉപേക്ഷിക്ക് എന്ന് ഞാൻ എൻ്റെ മകനോട് ആവർത്തിച്ചു പറഞ്ഞു. കുമാരിയെ മറക്കും മകനെ, മറക്ക് എന്ന് 1000-ലേറെ തവണ പറഞ്ഞു. പക്ഷേ അവൻ അനുസരിക്കുന്നില്ല സുൽത്താൻ പ്രഭോ. എൻ്റെ കുട്ടി എന്തെങ്കിലും കടുങ്കൈ ചെയ്തേക്കുമോ എന്ന് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു. അങ്ങ് എന്നോട് മാത്രമല്ല എൻ്റെ മകനോടും പൊറുക്കണേ. തൻ്റെ മുന്നിൽ ഫാത്തിമ വെച്ച കൈലേസ് പൊതിയിലേക്ക് ചൂണ്ടി സുൽത്താൻ. അതെന്താണ്? അദ്ദേഹം ചോദിച്ചു. പരിഹാസരൂപത്തിൽ അപ്പോൾ അതിനു മറുപടി പറഞ്ഞത് ജാഫറായിരുന്നു. മഹറായിരിക്കും, പെൺപണം. അത് പറഞ്ഞ് അയാൾ ഫാത്തിമയെ നോക്കി കടുത്ത അവജ്ഞയോടെ ഒന്ന് ചിരിക്കുകയും ചെയ്തു. പൊതി തുറക്കൂ ജാഫർ, സുൽത്താൻ കൽപ്പിച്ചു. ജാഫർ അതേ പരിഹാസഭാവത്തിൽ പൊതി തുറന്നു. ആ നിമിഷം ആശ്ചര്യം കലർന്നൊരു ഞെട്ടലോടെ അയാൾ പിന്നോക്കം മാറുകയും ചെയ്തു. കൈലേസിൽ കിടന്ന് കല്ലുകൾ തിളങ്ങി. സുൽത്താനും ആകെ അമ്പരന്നു. ഇത് രത്നങ്ങളാണല്ലോ, സുൽത്താൻ ആശ്ചര്യത്തോടെ പറഞ്ഞു. കൊട്ടാരത്തിലെ രത്നപരിശോധകനെ ഉടനെ വിളിച്ച് വരുത്താൻ സുൽത്താൻ ജാഫറോട് ആജ്ഞാപിച്ചു. നിമിഷ നേരത്തിനുള്ളിൽ രത്നപരിശോധകൻ എത്തി. കൈലേസ് പൊതിയിലെ തിളങ്ങുന്ന കല്ലുകൾ കണ്ട് അയാളും ആശ്ചര്യപ്പെട്ടു. സുൽത്താനെയും ജാഫറെയും പിന്നെ ഫാത്തിമയുമൊക്കെ അയാൾ മാറി മാറി നോക്കി. കുപ്പായ കീശയിൽ നിന്ന് ചെറിയ ഭൂതക്കണ്ണാടി എടുത്ത് അയാൾ കല്ലുകൾ വിശദമായി പരിശോധിച്ചു. സുൽത്താൻ പ്രഭോ, അമ്പരപ്പ് തീരെ വിട്ടുമാറിയിട്ടില്ലാത്തതുപോലെ രത്നപരിശോധകൻ പറഞ്ഞു. ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത വിശേഷപ്പെട്ട രത്നങ്ങളാണ് ഇവ. ഇവയുടെ വില നിശ്ചയിക്കാൻ ഞാൻ ആളല്ല. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇവ കിട്ടിയത്? സുൽത്താൻ ഫാത്തിമയോട് ചോദിച്ചു. എൻ്റെ മകൻ അന്യദേശത്ത് പോയപ്പോൾ വാങ്ങിക്കൊണ്ടു വന്നതാണ്. അപ്പോൾ അങ്ങനെ പറയാനാണ് ഫാത്തിമയ്ക്ക് തോന്നിയത്. ഇത്രയും വിലപിടിപ്പുള്ള പെൺപണം നൽകിയ നിങ്ങളുടെ മകനെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല, സുൽത്താൻ പറഞ്ഞു. തുടർന്ന് എന്തോ പറയാൻ തുടങ്ങിയ സുൽത്താനെ തടഞ്ഞ് ജാഫർ പറഞ്ഞു. സുൽത്താൻ പ്രഭോ, തിരക്കിട്ട് ഒരു തീരുമാനമെടുക്കരുതേ. ഒരു 3 മാസത്തെ സമയം ചോദിക്കാം നമുക്ക് ഈ സ്ത്രീയോട്. 3 മാസത്തെ സമയത്തിനകം വിലപ്പെട്ട എന്തെങ്കിലും സമ്മാനങ്ങളുമായി സുൽത്താനെ സമീപിക്കാമെന്നും ഖമറുദ്ദീനെ കൊണ്ട് തന്നെ ഗുൽഫയെ വിവാഹം കഴിപ്പിക്കാമെന്നുമായിരുന്നു അപ്പോൾ ജാഫർ ചിന്തിച്ചത്. സുൽത്താൻ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് ഫാത്തിമയോട് പറഞ്ഞു. സ്ത്രീയെ, എൻ്റെ മകളുടെ നിക്കാഹ് അങ്ങനെ വളരെ പെട്ടെന്നൊന്നും നടത്താൻ കഴിയില്ല എനിക്ക്.
ഒരുക്കങ്ങൾ അനവധി ചെയ്യാനുണ്ട്. അതുകൊണ്ട് എനിക്ക് 3 മാസത്തെ സമയം തരിക. 3 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ മകൾ ഗുലഫ്ഷയെ നിങ്ങളുടെ പുത്രന് നിക്കാഹ് ചെയ്തു തരുന്നുണ്ട്. മറ്റൊന്നുകൂടി പറയാം. ഈ കാര്യം പറയാൻ വേണ്ടി നിങ്ങൾ ഇനി 3 മാസത്തേക്ക് എൻ്റെ അടുത്തേക്ക് വന്നു പോകരുത്. ഫാത്തിമ സുൽത്താനെ താണു വണങ്ങിയിട്ട് കൊട്ടാരത്തിൽ നിന്നും മടങ്ങി. ഭാഗം 10ഉം 11ഉമാണ് ഞാൻ ഇന്നിവിടെ വായിച്ച് അവതരിപ്പിച്ചത്. ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.